ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിൻ്റെ അവസാന നാളുകളിലേക്ക് അടുക്കുകയാണ്. ആതിരയും നൂറയും അക്ബറും അനീഷും അനുമോളും നിവിനും എന്നിവരാണ് ഇപ്പോൾ വീടിനുള്ളിലുള്ളത്. അതിൽ ആരൊക്കെ സ്പോർട്ട് ഡിവിഷണൽ വഴി പുറത്താകുമെന്ന് ആരാധകർ ഉറ്റുനോക്കുകയാണ്. ആരാണ് വിജയ് കിരീടം നേടുന്നതെന്ന് ആരാധകർ ഉറ്റുനോക്കുന്നതിന്റെ ഇടയിലാണ് പഴയ ടീം കൂടി ഷോയിലേക്ക് എത്തിയത്. വീടിന്റെ ഉള്ളിലുള്ളവരുടെ നിലവിലെ ഗെയിം പ്ലാൻ, മാനസിക നില ഒക്കെ മാറ്റിമറിക്കാൻ പാകത്തിലാണ് പഴയ ടീം രംഗപ്രവേശനം നടത്തിയത്. അതേസമയം ടീമിലെത്തിയ ശൈത്യ അനുമോൾ വിഷയം അനുമോളെ തകർക്കാൻ എന്ന രീതിയിൽ ആണ് PR ടീമിന്റെ കാര്യം സംസാരിച്ചത്. എന്നാൽ ഇതിനിടെയാണ് ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലാവുന്നത്. ഫിനാലെ എത്തുന്നതിന് മുമ്പ് ഒന്ന് ഒറ്റപ്പെടണമെന്ന് അനുമോളുടെ PR വർക്കുകാർ ഉപദേശിച്ചു എന്നാണ് ആ പോസ്റ്റിലുള്ളത്. എന്തായാലും ഏൽപ്പിച്ച ദൗത്യം നാടകീയമായി തന്നെ നിർവഹിക്കുന്നുണ്ട്. ഒറ്റപ്പെടലാണല്ലോ വികാരജീവികളായ പ്രേക്ഷകരെ സ്വാധീനിക്കാനുള്ള എളുപ്പവഴി. മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കളിക്കാൻ മടിയില്ലാത്ത ഒരു കുടുംബ സീരിയൽ പ്രേക്ഷക മത്സരാർത്ഥി എന്നാണ് ആ സ്ത്രീയെ പറ്റിയുള്ള ഒരു ധാരണ എന്നാണ് ഷൈനി ജോൺ എന്ന ബിഗ് ബോസ് ആരാധിക സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ PR കൊടുത്തുകൊണ്ട് ഷോയിൽ നിൽക്കുന്ന അനുമോളാണെന്ന് നിരവധി ആളുകൾ ആരോപിക്കുന്നുണ്ട്. വന്ന ആഴ്ച തന്നെ അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്ന് പറഞ്ഞ് അക്ബറിനെ മോശക്കാരനായി നോക്കി. അപ്പാനി കാരണം ബിൻസി പോയി. ജിസേലിന്റെ ചുണ്ട് പുഴു കടിച്ചതുപോലെയാണ്. ജിസേൽ എല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്നവളാണ്. അവളുടെ പുറകെ ആണുങ്ങൾ മൊണ്ണകളെ പോലെ നടക്കുന്നു എന്ന് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അനുമോൾക്ക് കഴിഞ്ഞു. കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്നതും PR വർക്ക് കൊണ്ട് മാത്രം ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൽ ജയിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രേക്ഷകർ വിധി?